ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ നമ്മുടെ പ്രിൻസസ് ജൂലിയയുടെ, അതായത് നമ്മുടെ മെർമെയ്ഡിൻ്റെ കഥയൊക്കെ പറഞ്ഞു. പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും നമ്മൾ കടലിൽ വലിച്ചെറിയാൻ പാടില്ല. അതുപോലെയുള്ള കടലിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ദ പിക്ചർ ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ കോളംസ്. വെയിൽ, ഒക്ടോപ്പസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലി ഫിഷ്, മാക്രേൽ, സ്റ്റാർ ഫിഷ് ആൻഡ് പ്രൗൺ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയത്? കുറേ മീനുകളുടെ പേരുകളും അതിൻ്റെ ഫിഷസ് അല്ലേ, പിക്ചറും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചറിന് അനുസരിച്ച് അവരുടെ പേര് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആദ്യത്തെ പിക്ചർ ഏതാണ്? നമ്മുടെ ഷാർക്കിൻ്റെ ആണല്ലേ. ഷാർക്കിൻ്റെ മേളിൽ എന്തുണ്ട്? കൊമ്പുണ്ട് അല്ലേ, ഷാർക്കിൻ്റെയാണ്. അതുപോലെ നെക്സ്റ്റ് പിക്ചർ പറഞ്ഞത് സ്റ്റാർ ഫിഷ്. നമുക്ക് സ്റ്റാർ കാണുമ്പോൾ തന്നെ അറിയാലോ സ്റ്റാർ ഫിഷാണ്. മൂന്നാമത്തെ പിക്ചർ നോക്കിക്കേ, ജെല്ലി ഫിഷാണ്. അതുപോലെ നാലാമത്തെ പിക്ചർ നമ്മുടെ അയലയാണ്. അയലക്കുട്ടൻ്റെ പേരെന്താണ്? മാക്രൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നതോ നമ്മുടെ കൊഞ്ച്, സ്വന്തം കൊഞ്ചല്ലേ. കൊഞ്ചിൻ്റെ പേരെന്താണ്? പ്രൗൺ. ഇനി നെക്സ്റ്റോ ക്രാബ്, ഇറുക്കുന്ന ഞണ്ടിനെ പറയുന്ന പേരാണ് ക്രാബ്. പിന്നെ ഒക്ടോപ്പസ് അല്ലേ, ഒക്ടോപ്പസ് നീരാളി. ലാസ്റ്റ് വരുന്നതാണ് വെയിൽ, തിമിംഗലമാണ് കേട്ടോ വെയിൽ. ഓക്കെ, അതിപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. നിങ്ങളത് നോക്കി എഴുതിക്കോളൂ കേട്ടോ. ടീച്ചർ എഴുതിയേക്കുന്നത് നോക്കിക്കേ, ഷാർക്ക്, സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, മാക്രൽ, പ്രൗൺ, ക്രാബ്, ഒക്ടോപ്പസ്, വെയിൽ. അപ്പോൾ ഇതെല്ലാവരും എഴുതി പഠിക്കണം. ഓണത്തിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആക്ടിവിറ്റി 2. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. എന്താണ്? കുറച്ച് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും അല്ലേ. F&V ടീച്ചർ പഠിച്ചൊരു കോഴ്സായിരുന്നു കേട്ടോ, F&V അഗ്രികൾച്ചറിൽ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ അറേഞ്ച് ചെയ്യണം. അവിടെ താഴെ 2 ടേബിൾ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സ് എന്നും വെജിറ്റബിൾസ് എന്നും തിരിച്ച് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് മുകളിൽ കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേര് ഇങ്ങനെ കോമയിട്ട് കുരുകുരാന്ന് എഴുതിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. പോമോഗ്രാനേറ്റ്, ബ്രൊക്കോളി, ആപ്പിൾ, grapes, carrot, potato, cucumber, strawberry, pineapple, cauliflower, avocado, watermelon, beans, peas, radish, blueberry, kiwi, papaya, cabbage, plum, pear, beetroot, lady's finger, spinach, tomato, orange and cherry. ഇതിൽ ഓരോന്നും ടീച്ചറൊക്കെ എടുത്തെടുത്ത് ചോദിക്കാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ലോങ് ആയി പോകും. അടുത്തടുത്ത് 2-3 പേജ് ഇടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ടീച്ചർ താഴെ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ, ഫ്രൂട്ട്സ് ഏതാണെന്നും വെജിറ്റബിൾസ് ഏതാണെന്നും. അപ്പോൾ ടീച്ചർ 2 സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്. നോക്കി എഴുതിയിരിക്കട്ടോ എല്ലാവരും.